ലെറ്റ്സ് ലിസൺ ടു എ സ്റ്റുഡിയോ കഥ. ഈ വിഷ്വൽ കണ്ട ആരും പേടിക്കേണ്ട, ഇത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് എടുത്തതാണ്. അന്ന് തന്നെയാണ് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയത്. അടൂർ സ്റ്റുഡിയോയിലെ കാഴ്ചകൾ. ഏരിപൊരി വെയിലത്തുനിന്ന് നല്ല ഏസിക്കകത്തോട്ട് കയറിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ പൈസ ഇല്ലാത്തപ്പോ അല്ലെങ്കിൽ സ്റ്റുഡിയോയില് അത് പിന്നെ അങ്ങനെയാണല്ലോ, അത്തിപ്പഴം കായ്ക്കുമ്പോ കാക്കയ്ക്ക് വായ്പൊന്നും. കാണാൻ നല്ല തുണിയാണ്, ഇടാന് നല്ല കംഫർട്ട് ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ റേഞ്ചിന് പറ്റിയതല്ല, ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നോക്കിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ആശ്വസിച്ചു. പിന്നെ ആ ഭാഗത്തോട്ട് എത്തിപ്പോലും നോക്കിയില്ല. പക്ഷെ ഇതിന് ഇറക്കം കൂടിപ്പോയി, സോ ഞാൻ എടുക്കുന്നില്ല. ചുണ്ടലി പുന്നല് കണ്ട കണക്കാണ് കൊച്ചിന്റെ സന്തോഷം. ഇതൊക്കെ വാങ്ങിക്കാനാണോ എന്തോ? എവിടുന്ന്? ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം കണ്ട് ആസ്വദിക്കുക, അത്ര തന്നെ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി കളക്ഷൻസ് ആണ്, ഒരു രക്ഷയില്ലാതും. നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും. ഇല്ല, അവൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കണ്ണാടി കാണുന്നത്. കണ്ട് അത്ഭുതപ്പെട്ട് മേപ്പോട്ട് നോക്കി നിൽക്കുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് ജൂൺ 2-ാം തീയതിയാണ് കേട്ടോ. കുറച്ചധികം ദിവസങ്ങൾ അങ്ങോട്ട് പോയി. എന്ത് ചെയ്യാം, കാലത്തിന്റെ ഓരോ വികൃതികളെ. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ 2 ദരിദ്രവാസികൾ മാത്രം ഇവിടെ സ്റ്റുഡിയോയിലാണ്. പക്ഷെ ഇവിടെ കയറിയിരിക്കുന്ന പലവരും മൊത്തം വൈറ്റ്, ബാക്കിയുള്ളവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി. ഓ മൈ ഗോഡ്, സമ്മർ കളക്ഷൻ ആണോ ഇത്? പക്ഷെ ഇപ്പൊ റെയിനി സീസൺ അല്ലേ, എന്നിട്ട് ഇവര് വൈറ്റ് ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഓരോ സെക്ഷനിൽ പോകുമ്പോഴും ഇങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ഇരിക്കുക. എന്നാ ചെയ്യാനാന്ന് പറ. ട്രയൽ റൂമിൽ കയറി 2-3 ഫോട്ടോസ് എങ്കിലും എടുക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. 799 വേണ്ട, ഇനി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് വേണ്ടത്. നല്ല അടിപൊളിയല്ലേ? പക്ഷെ എന്റെ വയറിരിക്കുന്ന കണ്ടോ, ഗർഭിണിമാരുടെ കുട്ടി. അത് സാരിയുടെ എഫക്റ്റ് ആണ് കേട്ടാ. കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ച് അതങ്ങ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത്. പക്ഷേ മനസ്സിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ തുരത്തി ഓടിച്ചു. ഒന്നും എടുക്കാതെ പോവാണ് ഗൈസ്. കൊറേ എടുത്തെല്ലാം കൊണ്ട് വെച്ചിട്ട് ബില്ലടിക്കുന്നതിന് അവിടെ എത്തിയിട്ട് പറയാൻ വേണ്ട, നമുക്ക് കൊണ്ട് വെച്ചിട്ടോ ഏതോ കണ്ടു ചേട്ടൻ അതിന് കൊടുത്ത് കവറും കൊണ്ടിട്ട് ഇറങ്ങി വരുന്ന വിരക്കാണിത്. ഒരു മണിക്കൂർ ഇതിനെയാണോ ഗൈസ് നമ്മൾ തള്ള വൈബ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, ബൈ.